പ്രൈവറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ചിട്ട് തീരുമാനം ഇന്ന് ഉണ്ടാവില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ വിഷയം ചർച്ച ചെയ്തില്ല എന്നുള്ള നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ നിമിഷങ്ങളിലെ ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. നടൻ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തുടരുന്നു. രാസലഹരി ഉപയോഗിക്കാറില്ലെന്നും ലഹരി ഇടപാടുകാരുമായി ബന്ധമില്ല എന്നും ഷൈന്റെ മൊഴി. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഗുണ്ടകൾ എന്ന് തെറ്റിദ്ധരിച്ചു. രക്ഷപ്പെട്ടത് തമിഴ്നാട്ടിലേക്കെന്നും പേടിച്ചാണ് ഓടിയതെന്നും ഷൈൻ പോലീസിനോട്. ഷൈന്റെ വാട്സപ്പ് ചാറ്റുകളും കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചു. ചോദ്യം ചെയ്യൽ നാർക്കോട്ടിക് ACPയുടെ നേതൃത്വത്തിൽ. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തെ തള്ളി CPIM. സമരം ചെയ്താൽ നിയമവും ചട്ടവും മാറ്റാൻ പറ്റില്ല എന്ന് EP ജയരാജൻ. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന LDF കൺവീനർ. സമരക്കാർക്ക് ദുർവാശിയെന്ന് PK ശ്രീമതി. റാങ്ക് പട്ടിക കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കി നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ഓണറേറിയവും വർദ്ധിപ്പിക്കില്ല. സംസ്ഥാന കോൺഗ്രസിൽ ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകാൻ ഹൈക്കമാൻഡ്. നീക്കം പുനഃസംഘടന വൈകുന്ന സാഹചര്യത്തിൽ. KPCC മുൻ അധ്യക്ഷന്മാരും ICC സെക്രട്ടറിയും ഹൈ പവർ കമ്മിറ്റിയിൽ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അഴിച്ചുപണി വേണ്ട എന്ന വിലയിരുത്തലിൽ നേതൃത്വം. വയനാട്ടിൽ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ ഗോത്ര കുടുംബങ്ങൾ കഴിയുന്നത് ഭീതിയോടെ. നൂൽപ്പുഴ കോളൂർ ഉന്നതിയിൽ 5 കുടുംബങ്ങൾ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഭിത്തികൾ തകർന്ന വീടുകളിൽ. പുതിയ വീടുകൾക്ക് അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ല എന്ന് പരാതി. മുംബൈ ഭീകരാക്രമണ കേസിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാൻ NIA. അമേരിക്കയുടെ സഹായം തേടും. നീക്കം തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച സുപ്രധാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. 14 പേരെ രക്ഷപ്പെടുത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അന്വേഷണ ഉത്തരവിട്ട് മുഖ്യമന്ത്രി. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി വെടിയേറ്റ് മരിച്ചു. 21-കാരി ഹർസിമത്ത് കൊല്ലപ്പെട്ടത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ. വിദ്യാർത്ഥിനിക്ക് വെടിയേറ്റത് 2 സംഘങ്ങൾ തമ്മിലുണ്ടായ വെടിവെപ്പിനിടെ. അന്വേഷണം ആരംഭിച്ചതായി കനേഡിയൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഗുജറാത്തും ഡൽഹിയും ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ. രാജസ്ഥാൻ ലക്നൗ പോരാട്ടം രാത്രി 7:30 ജയ്പൂരിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണ